പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589393335. തിരുവല്ലോമല ഐവർ മഠം പൈതൃക മഹാസംസ്കാര സംരക്ഷണ സമിതിയും കേരള ഫോക്ലോർ അക്കാദമിയുമായി സഹകരിച്ച് ഡിസംബർ 25 നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ തിരുവല്ലോമലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവല്ലോമല ഐവർ മഠം പൈതൃക മഹാസംസ്കാര സംരക്ഷണ സമിതിയും കേരള ഫോക്ലോർ അക്കാദമിയുമായി സഹകരിച്ച് ഡിസംബർ 25 നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ തിരുവല്ലോമലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ്, ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം അജയ്കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സേതുമാധവൻ, ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ചെയർമാൻ രമേശ് കോരപ്പത്ത്, ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ ജ്യോതി തേക്കിൻകാട്ടിൽ, ശശി, സുനിൽ, ഹരി ശർമ്മ, സംവിധായകൻ ജയരാജ് മിത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്താണ് ശ്മശാനം, എന്താണ് ഇത് എന്നുള്ള തിരിച്ചറിവ്, ഒരു ശാസ്ത്രീയമായ തിരിച്ചറിവ് നമുക്ക് വരണം. നമ്മൾ ആരാണ്, എന്താണ്, എവിടേക്ക് പോകുന്നു, എന്തായിട്ട് മാറുന്നു, അങ്ങനെ ഒരു ആത്മീയ തലം ഇതിനുണ്ട്, ശാസ്ത്രീയമായ തലം. അതിനെ ഒന്നും കൂടി ഉറപ്പിക്കാനാണ്. അതായത് യഥാർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭയം ഉന്മൂലനം ചെയ്യാൻ, എല്ലാതരം ഭയങ്ങളും, മരണഭയം, എല്ലാ ഭയവും, ശ്മശാന ഭയം. പണ്ടൊക്കെ ആൾക്കാർ ശ്മശാന ഭയമാണ്. രാവിലെ ഇവിടെ ഓലകീറൽ ചടങ്ങ് മാതിരിയുള്ള ആ കളിയാട്ടത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ചടങ്ങുകൾ തുടങ്ങും. വൈകുന്നേരം ഏകദേശം ഒരു 5 മണി 6 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ശ്മശാന പ്രവേശനം എന്നുള്ള ചടങ്ങ് നടക്കും. കളിയാട്ടം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, തെയ്യവും കളിയാട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്നും കാഴ്ചക്കാരെ എന്നുള്ള നിലയ്ക്കുള്ള തെയ്യം കാണാൻ വരുന്ന ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശദമായി പറയേണ്ടതുകൊണ്ട് വിശദമായി തന്നെ നമുക്കത് പറയാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട്.